വടകര BM ഹയർ സെക്കൻഡറി സ്കൂൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ASI സരിത KRന്റെ നേതൃത്വത്തിൽ നടത്തി. NDPS ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. NDPS ആക്ട് എന്ന് പറഞ്ഞ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസ് ആക്ട് അല്ലെ. ആ നാർക്കോട്ടിക്കിൽ വരുന്ന സാധനങ്ങളാണ് നമ്മളെ പുകയില, ഈ ഗഞ്ച, ആഷിഷ്, ഹെറോയിൽ എന്ന് പറയുന്ന നാർക്കോട്ടിക് സാധനങ്ങളും മറ്റ് സാധനങ്ങളാണ് രാസവസ്തുക്കൾ, രാസപ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന നമ്മളെ ആസിഡ് ആൽക്കലി സംയോജിപ്പിച്ച് ജലവും സാൾട്ടും ഉണ്ടാകുന്നു എന്നുള്ള ആ രാസപ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് നാർക്കോട്ടിക് സബ്സ്റ്റാൻസുകൾ എന്ന് പറയുന്നത്. ആ സബ്സ്റ്റാൻസ് നമ്മൾ പറയുന്ന MDMA അല്ലെ, MDMA, LSD എന്നൊക്കെ പറയാൻ നിങ്ങൾ കേട്ടില്ലേ. ഇത്തരം കുറെ രാസവസ്തുക്കളും ഇത്തരം കുറെ ലഹരി വസ്തുക്കളും നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി വിൽപ്പന നടത്തി. ഈ വിൽപ്പന നടത്തുന്നതിന്റെ കണ്ണികൾ ആരായി മാറിക്കൊണ്ടിരിക്കുകയാണ്? കുട്ടികളായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മളാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അറിയാത്ത ഒരാൾ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു മുട്ടായി പൊതി അല്ലെ എന്തെങ്കിലും ഒരു പൊതി തന്നിട്ട് ഇത് ഇന്നയാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വാങ്ങാൻ പാടില്ല അല്ലെ. അത് ചിലപ്പോൾ നാർക്കോട്ടിക്കൽ സാധനങ്ങളാണെങ്കിൽ നിങ്ങളെ പേരില് കേസെടുക്കും അല്ലേ, കേസെടുക്കും. അപ്പൊ എന്ത് ചെയ്യണം? വളരെയേറെ ജാഗ്രതയോടുകൂടി നമ്മൾ പല കുട്ടികളും അങ്ങനെ അറിയാതെ ഇതിന്റെ കുഴിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, അറിയാത്ത അപരിചിതരായ ഒരാള് നമുക്ക് തരുന്ന ഒരു സാധനങ്ങളും വാങ്ങി കഴിക്കുകയോ വാങ്ങി ഉപയോഗിക്കുക. നമ്മളിപ്പോ അടുത്ത് ഡൽഹിയിൽ ഒരു സംഭവം നടന്നു. ഡൽഹിയിൽ നടന്ന സംഭവത്തിൽ എന്താ സംഭവിച്ചത് അറിയാം? ട്രെയിനിന്റെ അകത്തുനിന്ന് ഒരു കുട്ടിക്ക് ഒരു വെള്ളം കുടിക്കാൻ കൊടുത്തു. നായിക്കുന്നപ്പോ അടുത്ത് ട്രെയിനിലെ സഹയാത്രികനോട് ഒരു വെള്ളം വാങ്ങി കുടിച്ചു. വെള്ളം വാങ്ങി കുടിച്ച പാടെ കുട്ടി ബോധം കെട്ട് വീണ് 48 മണിക്കൂർ ബോധമില്ലാതെ ആ കുട്ടീനെ അവർ വലിച്ചെവിടെയോ കൊണ്ടുപോയി. പത്രത്തിലും വായിച്ചിട്ടല്ലേ, ബലാത്സംഗം ചെയ്ത ഒരു കേസിന്റെ ഹിസ്റ്ററിയാണ് ഞാനിപ്പോ പറഞ്ഞത്. വെറും ഒരു വെള്ളം, ഒരു പരിചയം ഇല്ലാത്ത ഒരാളായിട്ട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചതിന്റെ പരിണിത ഫലമാണ് എന്ത്? ആ കുട്ടി മരണപ്പെടാനുള്ള കാരണം അല്ലെ. അപ്പൊ അത്രയും ജാഗ്രതയോടുകൂടി നമ്മൾ പൊതു ഇടങ്ങളിലായാലും അല്ലാത്ത സ്ഥലങ്ങളിലായാലും വളരെ ജാഗ്രതയോടുകൂടി സഞ്ചരിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്കൊക്കെ എത്തിപ്പെടുന്നത് അല്ലെ, ലഹരി ഉപയോഗത്തിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മുടെ അതേ പ്രായമുള്ള ഒരാൾ വന്നിട്ട് ക്ലാസ്സിൽ നമ്മളോട് പറയും അല്ലെ, സമപ്രായക്കായ ഒരാൾ വന്നിട്ട് ഞാൻ ഒരു സിഗരറ്റ് വലിച്ചു, നല്ല സുഖമുണ്ട്, എനിക്ക് വേണമെന്ന് ചോദിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറയണം? വേണ്ടാന്ന് പറയല്ലേ. സിഗരറ്റിലാണ് തുടങ്ങുന്നത്. നമ്മുടെ സ്കൂളുകളിലൊക്കെ സിഗരറ്റിൽ തുടങ്ങിയിട്ട് MDMA എത്തിച്ചേരും. MDMA അവസാനിക്കുന്നത്. ഒരു സിഗരറ്റ് വലിക്കും അല്ലെ, പിന്നെ പിറ്റേ ദിവസം ഒന്നും മതിയാവില്ല. അപ്പൊ എന്താവും? 2 എണ്ണം വാങ്ങും അല്ലെ, 2 എണ്ണം മതിയാവില്ല, 3 എണ്ണം വാങ്ങും. അപ്പൊ പിന്നെ സിഗരറ്റ് മതിയാവില്ല, കഞ്ചാവായി മാറും. കഞ്ചാവ് കഴിഞ്ഞ് പിന്നെ MDMA ആയി മാറും. അപ്പൊ നമ്മള് വെറുതെ പറയുന്നില്ല, നമ്മളെ വടകര തന്നെ പെൺകുട്ടികൾ വരെ സിഗരറ്റ് വലിച്ച് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇടവഴികളിലൊക്കെ പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കാം. മറ്റു നമ്മള് ലഹരി എന്ന് പറയുമ്പോൾ ആരെ നമ്മൾ ഓർമ്മിക്കുക? ആണുങ്ങൾ, ആൺകുട്ടികൾ എന്നല്ല പറഞ്ഞിട്ട് നമ്മൾ. മാറുന്ന ലോകത്തിന്റെ മായാക്കാഴ്ചകൾക്ക് മുന്നിൽ പതറാതെ കുഞ്ഞു കൗമാരം എങ്ങനെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കുട്ടികൾക്ക് പകർന്നു നൽകി. HM റൊണാൾഡ് വിൻസെന്റ് അധ്യക്ഷസ്ഥാനം വഹിച്ചു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് റെജി ആശംസകൾ അറിയിച്ചു. ഷാലിമ ടീച്ചർ സ്വാഗതവും വിശാൽ നന്ദിയും പറഞ്ഞു.